Hi friends, welcome to my channel. Today's topic of discussion is the functions of a teacher by Bertrand Russell. Bertrand Russell is a major British philosopher, essayist and social critic, best known for his mathematical logic. നമുക്ക് എല്ലാവർക്കും അറിയാം ബെർട്രാൻഡ് റസൽ ഒരു ബ്രിട്ടീഷ് ഫിലോസഫറാണ്, എസ്സേയിസ്റ്റാണ്, സോഷ്യൽ ക്രിട്ടിക്കാണ്. മാത്തമാറ്റിക്കൽ ലോജിക്കിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്റർ കൂടെയാണ് ബെർട്രാൻഡ് റസൽ. He received the Nobel Prize for Literature in 1950. The functions of a teacher is an extract from his unpopular essays. Okay, അപ്പോൾ ഇതാണ് അതിലെ മെയിൻ പോയിന്റ്. ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാക്റ്റ് ആണ്. ബെർട്രാൻഡ് റസലിൻ്റെ തന്നെ അൺപോപ്പുലർ എസ്സേയ്സ് എന്നുള്ള കളക്ഷൻ ഓഫ് എസ്സേയ്സ് ഉണ്ട്. ടൈറ്റിൽ അൺപോപ്പുലർ എസ്സേയ്സ്. അൺപോപ്പുലർ എസ്സേയ്സിൽ നിന്നുള്ള ഒരു എസ്സേ ഏതാ? ദ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ. സോ ഇറ്റ്സ് ആൻ എക്സ്ട്രാക്റ്റ്. And it presents a part of Russell's progressive educational philosophy. ബെർട്രാൻഡ് റസലിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയെക്കുറിച്ചിട്ടുള്ള ഐഡിയാസാണ് ഈ ഒരു എസ്സേയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു എസ്സേയിൽ എക്സ്ട്രാക്റ്റിൽ ദ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന എക്സ്ട്രാക്റ്റിൽ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹി ഡിസ്കസസ് ദി പൊസിഷൻ ഓഫ് ടീച്ചർ ഇൻ ദി മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിലെ ടീച്ചറിൻ്റെ പൊസിഷൻ and the evils of state-owned education, the evils, the duties of a teacher and the duties, and the necessity of granting teacher freedom from external interference. അപ്പോൾ എക്സ്റ്റേണൽ ഇൻ്റർഫറൻസിൽ നിന്നും ടീച്ചേഴ്സിന് എന്ത് കിട്ടണം? ഫ്രീഡം കിട്ടണം, അതിൻ്റെ നെസസിറ്റി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ഒരു എസ്സേയിലൂടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതിന് ശേഷം അടുത്ത ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആൻഷ്യൻ്റ് ടൈമിൽ ടീച്ചേഴ്സ് ഫ്രീഡം എൻജോയ് ചെയ്തിരുന്നു. ബട്ട് മോഡേൺ ടൈമിൽ ടീച്ചേഴ്സിന് എന്ത് കിട്ടുന്നില്ല? ഫ്രീഡം കിട്ടുന്നില്ല. അതാണ് അടുത്ത മെയിൻ പോയിന്റ്. സ്പീക്കിംഗ് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ, റസൽ സെസ് ദാറ്റ് ദി ടീച്ചർ ടുഡേ ഈസ് എ സിവിൽ സെർവൻറ്റ്. ആൻ ഐഡിയൽ ടീച്ചർ ഹോൾഡിംഗ് ഓൺ ദ ഓൾഡ് ട്രഡീഷൻ വിൽ സൂൺ റിയലൈസ് ദാറ്റ് ഹി ഈസ് നോട്ട് ഫ്രീ ടു സ്പീക്ക് ഹിസ് മൈൻഡ്. അതായത് ഇന്ന് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സിവിൽ സെർവൻസ് ആണ്, അല്ലേ? ഒരു ഐഡിയൽ ടീച്ചർ, ഓൾഡ് ട്രഡീഷനെ ഹോൾഡ് ചെയ്യുന്ന മോഡേൺ ഇറയിലെ ഒരു ഐഡിയൽ ടീച്ചർ റിയലൈസ് ചെയ്യും ഹി ഈസ് നോട്ട് ഫ്രീ ടു സ്പീക്ക് ഹിസ് ഓൺ മൈൻഡ്, അല്ലേ? ടീച്ചേഴ്സിൻ്റെ മനസ്സിനനുസരിച്ച് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം മോഡേൺ ടീച്ചേഴ്സിന് കിട്ടുന്നില്ല എന്ന് ആൻഷ്യൻ്റ് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ടീച്ചിങ് മെത്തേഡിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഐഡിയൽ ടീച്ചർ റിയലൈസ് ചെയ്യുന്ന. ഹി ഈസ് ഒബ്ലിഗ്ഡ് ടു ക്യാരി ഔട്ട് ദ ഓർഡേഴ്സ് ഓഫ് മെൻ ഇൻ പവർ. അതോറിറ്റീസിൻ്റെ ഓർഡേഴ്സ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടീച്ചേഴ്സിന് അതോറിറ്റീസിൻ്റെ ഓർഡേഴ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുസരിക്കാൻ പറ്റത്തുള്ളൂ, ഒബേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ടീച്ചേഴ്സിൻ്റേതായിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ നിന്ന്, ക്രിയേറ്റിവിറ്റിയിൽ നിന്നും ടീച്ച് ചെയ്യാൻ ഒരു മോഡേൺ ടീച്ചേഴ്സിനും കഴിയുന്നില്ല എന്ന് ആൻഷ്യൻ്റ് ട്രഡീഷനെ ഹോൾഡ് ചെയ്യുന്ന മോഡേൺ ഇറയിലെ ഐഡിയൽ ടീച്ചർ മനസ്സിലാക്കുന്ന. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന കേസിലാണ് ഈ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോക്രട്ടീസ് was put to death and Plato was thrown into prison. Yet their ideas spread all over the world. അല്ലേ? സോക്രട്ടീസിനെ ജയിലിൽ അടയ്ക്കുന്നു, അല്ലേ? സോക്രട്ടീസിനെ കൊന്നു കളയുന്നു, പ്ലാറ്റോയെ ജയിലിൽ അടയ്ക്കുന്നു, അല്ലേ? പക്ഷേ അവരുടെ ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ് എന്ത് ചെയ്യുകയാണ്? സ്പ്രെഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സോക്രട്ടീസ് വാസ് പുട്ട് ടു ഡെത്ത് എന്ന് തുടങ്ങുന്ന ആ ഒരു പോർഷന് അനോട്ടേഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. സോക്രട്ടീസ് വാസ് പുട്ട് ടു ഡെത്ത്, Plato was thrown into prison, yet their ideas spread all over the world. അതായത് സോക്രട്ടീസ് എന്ന് പറയുന്ന ഗ്രേറ്റ് എത്തീനിയൻ ഫിലോസഫർ, വൈൽ എക്സ്പ്രസിങ് ഐഡിയാസ് ഹി എൻജോയ്ഡ് ഗ്രേറ്റ് ഫ്രീഡം, അല്ലേ? ബട്ട് മോഡേൺ ടീച്ചേഴ്സ് ആർ മിയർ സ്പോക്സ്മെൻ ഓഫ് ദി അതോറിറ്റീസ് എന്നാണ് ബെർട്രാൻഡ് റസൽ ഈ സോക്രട്ടീസ് വരുന്ന ലൈൻസിലൂടെ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, മോഡേൺ മെൻ അറ്റാച്ച് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു മെഷീനറി, motor cars, bathrooms and rapid locomotion. They are signs of civilization to them. അപ്പോൾ മോഡേൺ മെൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെക്നോളജിക്കൽ അച്ചീവ്മെൻറ്റ്സിനാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിനാണ്, അല്ലേ? മോഡേൺ മെന്നിൻ്റെ ആ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇന്നൊവേഷൻസിനാണ്, ഡെവലപ്മെൻറ്റ്സിനാണ്. അപ്പോൾ അതാണ് സിവിലൈസേഷൻ എന്ന് ആരെ തിങ്ക് ചെയ്യും? മോഡേൺ മെൻ തിങ്ക് ചെയ്യും. ബട്ട് സിവിലൈസേഷൻ
ബട്ട് സിവിലൈസേഷൻ ഡസ് നോട്ട് മീൻ മെറ്റീരിയൽ അക്യൂസിഷൻ ഫോർ കംഫർട്ടബിൾ ലിവിങ്. ഈ പറയുന്ന മോട്ടോർ കാർസും റാപ്പിഡ് ലോക്കോമോഷനും അതുപോലെയുള്ള ഇന്നൊവേഷൻസും ഡെവലപ്മെൻറ്റ്സും ഒക്കെ നമുക്ക് ബെറ്റർ ലിവിങ്ങിനുള്ള കംഫർട്ടബിൾ തിങ് മാത്രമാണ്, അല്ലേ? അപ്പോൾ ആ ഐഡിയാസ് അല്ലെങ്കിൽ ആ പറയുന്ന ടെക്നോളജിക്കൽ ഐഡിയാസിൽ എന്ത് വരുന്നില്ല എന്നാണ് പറയുന്നത്? സിവിലൈസേഷൻ. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിങ് ഓഫ് ദി മൈൻഡ്. ഇറ്റ് ഈസ് പാർട്ട്ലി എ മാറ്റർ ഓഫ് നോളജ് ആൻഡ് പാർട്ട്ലി ഓഫ് ഇമോഷൻ. സിവിലൈസേഷൻ നിങ്ങൾക്ക് 2 മാർക്സിന് വാട്ട് ഈസ് മീൻ ബൈ സിവിലൈസേഷൻ? Civilization is a thing of the mind. It is partly of knowledge and partly of emotion. അതാണ് അതിൻ്റെ ആൻസർ. സിവിലൈസേഷൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു തിങ്ങാണ്, അല്ലേ? ഹാഫ് നോളജും ഹാഫ് ഇമോഷനും കൂടെ ചേരുമ്പോഴേ എന്തായിട്ട് മാറത്തുള്ളൂ? സിവിലൈസേഷൻ ആവത്തുള്ളൂ. ഇനി നോളജ് എന്ന് പറയുന്നത് ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോളജിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോളജ് എന്ന് പറഞ്ഞാൽ അസ്ട്രോണമിക്കൽ അബീസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ജിയോളജിക്കൽ എപ്പോക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എർത്തിൻ്റെ ഹിസ്റ്ററി ഫ്രം ഇറ്റ്സ് ഒറിജിൻ ടു ദ മോഡേൺ വേൾഡ്, അല്ലേ? എർത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നതാണ്. വേരിയസ് സ്റ്റേജസ് ഓർ എപ്പോക്സ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദ എർത്ത് ഫ്രം ഇസ് ഒറിജിൻ ഓൺവേർഡ്സ്. എർത്തിൻ്റെ ഒറിജിൻ മുതൽ ഇന്ന് വരെയുള്ള മോഡേൺ ഇറ വരെയുള്ള എർത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നത് ജിയോളജിക്കൽ എപ്പോക്സ് എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ അബീസസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് ആൻഡ് ഡീപ്പ് വേൾഡ് ഓഫ് സ്റ്റാർസ്, അല്ലേ? ദ സ്റ്റഡി ഓഫ് ദ മിസ്റ്റീരിയസ് ആൻഡ് ഡീപ്പ് വേൾഡ് ഓഫ് സ്റ്റാർസ്. അത് ആസ്ട്രോണമിക്കൽ ടേംസിൽ മാത്രമേ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോളജ് എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ എപ്പോക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ആസ്ട്രോണമിക്കൽ അബീസസിനെ കുറിച്ച് എർത്ത് മുതൽ സ്റ്റാർസിൻ്റെ വേൾഡ് വരെയുള്ള നോളജ് നമുക്കുണ്ടായിരിക്കണം. ഈ ജിയോളജിക്കൽ എപ്പോക്സും ആസ്ട്രോണമിക്കൽ അബീസസും ഒക്കെ അനോട്ടേഷൻ വരുന്നതാ. സോ കീപ് ഇറ്റ് മൈൻഡ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടീച്ചർ? എ ഗുഡ് ടീച്ചർ ഷുഡ് ഹാവ് ഫീലിങ്സ് ഓഫ് വാം അഫെക്ഷൻ ടുവേഴ്സ് ഹിസ് പീപ്പിൾ. ഒരു ഗുഡ് ടീച്ചറിന് എന്താ? പീപ്പിളിനോട്, സ്റ്റുഡൻസിനോട് വാം അഫെക്ഷൻ ഉണ്ടായിരിക്കണം, പാർഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല. എന്താണോ വാല്യുബിളായിട്ടുള്ളത് ആ വാല്യുബിളായിട്ടുള്ള ഐഡിയാസ് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ടീച്ചേഴ്സ്. ഒരു ടീച്ചർ ഒരിക്കലും ആരാവാൻ പാടില്ല. ഷീ ഷുഡ് നെവർ ഡീഗ്രേഡ് ഹിംസെൽഫ് ബൈ ബീയിങ് എ പ്രൊപ്പഗാൻഡിസ്റ്റ്. അനോട്ടേഷനാണ്. ഒരു ടീച്ചർ ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് ആവാൻ പാടില്ല. പ്രൊപ്പഗാൻഡിസ്റ്റ് ആണെങ്കിൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നു അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരാ, സ്പ്രെഡ് ചെയ്യുന്നവരാ, അല്ലേ? പ്രൊപ്പഗാൻഡിസ്റ്റ് സ്റ്റുഡൻസിൻ്റെ ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിനെ അവിടെ സ്റ്റിഫിൽ ചെയ്യുക. ഇപ്പോൾ പ്രൊപ്പഗാൻഡിസ്റ്റ് വാല്യുബിളായിട്ടുള്ള ചൂസ് ചെയ്യാൻ സ്റ്റുഡൻസിനെ അലോ ചെയ്യത്തില്ല. അപ്പോൾ പ്രൊപ്പഗാൻഡിസ്റ്റിനെ ആരുമായിട്ട് കമ്പയർ ചെയ്ത് പറയുക? ടോപ്പിയേറിയൻ ആർട്ടിസ്റ്റ്. ഈ വേർഡ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അഗൈൻ അനോട്ടേഷൻ. എ പ്രൊപ്പഗാൻഡിസ്റ്റ് ഇസ് ലൈക്ക് എ ടോപ്പിയേറിയൻ ആർട്ടിസ്റ്റ്. ഹി ട്വിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ദ സ്റ്റുഡൻസ് ടു സ്യൂട്ട് ഹിസ് പർപ്പസ്, അല്ലേ? ടു ദ പർപ്പസ് ഓഫ് എ പ്രൊപ്പഗാൻഡിസ്റ്റ് ടീച്ചർ. പ്രൊപ്പഗാൻഡിസ്റ്റ് ടീച്ചറിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ എന്ത് ചെയ്തു? അവിടെ ട്രെയിൻ ചെയ്തെടുക്കുന്നു, അല്ലാതെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്കറിയാം ടോപ്പിയേറിയൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഗാർഡനറാണ്. who knows the art of clipping and trimming trees, shrubs into ornamental shapes. ട്രീസിനെയും ഷ്രബ്സിനെയും ഒക്കെ ഓർണമെൻ്റൽ ഷേപ്സിൽ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഇടുന്നത് ടോപ്പിയേറിയൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സ്, പ്രൊപ്പഗാൻഡിസ്റ്റ് പോലെയുള്ള ടീച്ചേഴ്സ് ആരെ പോലെയാണ്? ടോപ്പിയേറിയൻ ആർട്ടിസ്റ്റിനെ പോലെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്തെടുക്കുന്നു. സ്റ്റുഡൻസിന് ഇൻ്റലക്ച്വൽ ഫ്രീഡം അവിടെ എന്ത് ചെയ്യുകയാണ്? ഡിനൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതും എഗെയിൻ എന്ത് ചെയ്യുന്നു? അനോട്ടേഷൻ വരുന്നു. ഓക്കെ, എഗെയിൻ പറയുന്നുണ്ട് നമ്മൾ റോക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പീപ്പിളുണ്ട്. നമ്മൾ ഈ റോക്സിനെ എന്നും സ്റ്റുഡൻസിനോട് വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നവരായിരിക്കണം ഗുഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഹിസ്റ്ററിയിൽ കുറച്ച് പേഴ്സൺസ് ഉണ്ട്, അവർ സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രം നമ്മൾ അഡ്മയർ ചെയ്യുന്നവരാണ്, അല്ലേ? ഒരുപാട് ക്രൂവൽറ്റീസ് ചെയ്ത സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ ഇന്നും അഡ്മയർ ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ. അപ്പോൾ ടീച്ചർ ഷുഡ് ടീച്ച് ഹിസ് സ്റ്റുഡൻസ് വാട്ട് ദെയർ ക്രൂവൽറ്റീസ് അറ്റ് ഫസ്റ്റ്, അല്ലേ? അറ്റ് ഫസ്റ്റ് അവരുടെ ക്രൂവൽറ്റീസ് എന്താണ്, അവർ ചെയ്ത വൈസസ്, തിന്മ എന്താണ്, ഈവിൾസ് എന്താണ്, അത് വേണം സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ടീച്ചർ ടു ടീച്ച് ദി ട്രൂത്ത്. അതാണ് അവിടുത്തെ പോയിൻ്റ്. ഒരു ടീച്ചറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ടു ടീച്ച് ദി ട്രൂത്ത് എന്നുള്ളതാണ്. അപ്പോൾ ആ റോക്സ് വരുന്ന പോർഷൻ എഗെയിൻ അനോട്ടേഷനാണ്. പിന്നെ ബെർട്രാൻഡ് റസൽ പറയുന്നുണ്ട്, ദ ഓൺലി വേ ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് ഈസ് ടു ഇവോക്ക് a rational educational system and to allow the teacher to teach what he thinks best for the moral upliftment of the pupils.
അപ്പോൾ ഒരു ബെറ്റർ വേൾഡ്, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? ടീച്ചേഴ്സാണ് സ്റ്റുഡൻസിലൂടെ അല്ലേ. ടീച്ചേഴ്സ് ആർ ദ ഗാർഡിയൻ ഓഫ് സിവിലൈസേഷൻ എന്ന, സിവിലൈസേഷൻ്റെ ഗാർഡിയനാണ് ടീച്ചേഴ്സ്. അപ്പോൾ ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിന് എന്ത് കിട്ടണം? ഫ്രീഡം കിട്ടണം. ടീച്ചേഴ്സ് എന്താണോ മനസ്സിൽ തിങ്ക് ചെയ്യുന്നത് അതിന് സ്റ്റുഡൻസിനോട് പഠിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടണം. അതുപോലെ റാഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിരിക്കണം. ഒരു റീസണബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നാൽ മാത്രമേ, റീസണബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാവണം. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് പഠിപ്പിക്കാനുള്ള ഒരു ഫ്രീഡവും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ആരുടെ ഒപ്പീനിയൻ? നമ്മുടെ ബെർട്രാൻഡ് റസ്സലിൻ്റെ ഒപ്പീനിയൻ കേട്ടോ. പിന്നെ പറയുന്നു ടീച്ചേഴ്സ് ആർ ദി ഗാർഡിയൻ ഓഫ് സിവിലൈസേഷൻ. സോ ടീച്ചേഴ്സിന് എന്ത് എടുക്കണം? ഫ്രീഡം കൊടുക്കണം. ആൻഡ് ഇന്നത്തെ മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ ഔട്ട്സൈഡ് ഫോഴ്സസിൻ്റെ കൺട്രോളിലാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നാൽ ടീച്ചേഴ്സിന് എന്ത് കിട്ടത്തില്ല? ഫ്രീഡം കിട്ടത്തില്ല. ടീച്ചേഴ്സ് ആർ ദ ബെസ്റ്റ് മൈൻഡ്സ് ഹു ക്യാൻ ലീഡ് ദ വേൾഡ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് സിവിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ ഈ വേൾഡിനെ ഡെവലപ്മെൻറ്റിലേക്കും പ്രോഗ്രസ്സിലേക്കും ലീഡ് ചെയ്യുന്ന ബെസ്റ്റ് മൈൻഡ്സ് എന്ന് പറയുന്ന ആരാ? ടീച്ചേഴ്സാണ്. ഇത്രയാണ് ആക്ച്വലി ഈ ഒരു എസ്സേയിൽ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. അനോട്ടേഷനെങ്കിലും ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്.